Wagwan from Everton Bless, yeah? Hello ചാക്കോ ബഷീറിനാപ്പിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ JD ഫയറും ഫയർ ബോളും കൂടി അടിച്ചു നോക്കിയ അഭിപ്രായം പറയാൻ പോകും. ഞാൻ സത്യം പറയത്തുള്ളൂ കേട്ടോ. പിന്നില്ലേ നമുക്ക് രണ്ടും കൂടെ കത്തിച്ചു വിടാം. ഫയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, കത്തുവോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നേ? നിങ്ങളെ പെമ്പർമോത്തിക്ക് സിനമൺ ലൈക്ക് ആണോ ഇന്ന്? അല്ലാതെ ഇതിനൊക്കെ വ്യത്യാസം വരുന്നല്ലേ, നമുക്ക് നോക്കിക്കളയാം. രണ്ടിനും ഒരേ നിറമൊക്കെയാ കേട്ടോ. മണത്ത് നോക്കിയാല് സിനമോൻ. ഇതിന്റെ സിനമൺ കുറച്ചുകൂടി കട്ടിയായ മണത്ത് നോക്കിയ രണ്ട് സിനമൺ, നിറം ഏകദേശം ഒന്ന്, മണം ഒന്ന്. ആൽക്കോഹോൾ പെർസെന്റേജ് ഉണ്ടോ 33%. സിനമൺ വിസ്കി ഫ്ലേവർ ലിക്കറാണ്, സൂക്ഷിച്ചോ. ഇത് സിനമൺ സ്പൈസ് ടെനസി ഫയർ ഫൈൻലി ക്രാഫ്റ്റഡ് സിനമൺ ലിക്കർ. ഇതും ലിക്കറാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു വിസ്കിയാണ് കേട്ടോ. രണ്ടിന്റെ കളറും മണമൊക്കെ കൊള്ളാം. നമുക്കൊന്ന് അടിച്ചു നോക്കാം അല്ലേ? ഇന്നല്ല, ഇനി വാടാ. വാവ്, അയ്യോ. ഇന്നത്തെ മൊത്തം ഫയർ എന്ന് എഴുതി വെച്ചു. ഈ തീ കത്തും, നമുക്ക് നോക്കിയാലോ. കുറച്ച് ഇങ്ങനെ കയ്യിലോട് എടുത്തിട്ട്, ഓ കയ്യിലുണ്ട് കേട്ടോ. അതെ, ഓ കാണാവോ? കൈ കത്താവനൊരു പാട്. കുറച്ച് ഇങ്ങോട്ടിടാം. സുഗന്ധം പരക്കട്ടെ. നല്ല മണം. കത്തിച്ചു നോക്കാം. കത്താനൊരു മടിയാണ് അല്ല, ഇതൊക്കെ അങ്ങ് കത്തിയാന്. ഇനി നമുക്ക് ജാക്ക് ഡാനിയൽസ് കത്തുമെന്ന് നോക്കാം. ഇത് തുള്ളി ജേഡി. ഓ ജേഡി കത്തൂന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ജേഡി കത്തൂന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം നമുക്ക്. ഓ ജേഡി കത്തുന്നുണ്ട്. ജേഡി കത്തുന്നുണ്ട്. എന്റെ കൈ ചൂട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവോ? ജേഡി കത്തും കേട്ടോ. ടേസ്റ്റിന് തന്നെ നല്ല വ്യത്യാസം. അതേ നേരം ഇതാണെ കത്താൻ ഇച്ചിരി മടിയാ. ഇനി അപ്പൊ നമുക്ക് മനസ്സിലായി, ഫയർ ബോൾ കത്താൻ ഇച്ചിരി മടിയാ, ജേഡി കത്തും. ചുമ്മാ തീ കാണിച്ചാൽ മതി. ഇനി നമുക്ക് രണ്ട് ഷോട്ട് അടിച്ചു നോക്കാം. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഫയർ ബോൾ ഇങ്ങ് വാടാ. ഒരു 1/2 ഷോട്ട് ഇത് കാണിക്കാം. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ തന്നെ. സോറി ചിയേഴ്സ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഫയർ ബോള്. വാവ്, നോക്ക്. ചുമ്മാ ടേസ്റ്റ് നോക്കാമല്ലോ. ഒരു 1/2 ഷോട്ട് നോക്കാം. അപ്പൊ cheers guys. നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ജേഡിയുടെ അവസ്ഥ തന്നെ നോക്കാവേ. ഇങ്ങ് വാട ജേഡി, ലേശം ജേഡി. ദേ cheers. മികവ്. രണ്ടിനും നല്ല ടേസ്റ്റ് കേട്ടോ. ചുമ്മാ അങ്ങ് കുടിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞുതരാം സംഭവം. ഞാൻ പറഞ്ഞേക്കെ, നിങ്ങളിങ്ങനെ മെമ്പർമത്തിലൂടെ സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ കറങ്ങുക. കയ്യിലൊരു ഫയർ ബോൾ ഉണ്ട്. അപ്പൊ രണ്ടാക്കും കുപ്പിയോ കിസ് അടിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങാം. രസമാന്നേ. പക്ഷെ ജേഡി നമ്മളെപ്പോഴും ഇറക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഫാമിലി പരിപാടിക്ക് ഇരിക്കുക, ഓൺ ദ റോക്സ് അടിക്കുന്ന അച്ചായന്മാരുണ്ട്, മിക്സർ കൂട്ടി അടിക്കുന്ന ആന്റിമാരുണ്ട്, പിള്ളേരാണ് അൽഫാമും കഴിച്ചോണ്ട് ഊത്രാവെന്നും പറഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾ 5-6 ജേഡി എടുത്ത് അങ്ങോട്ട് വെച്ചു. ഏതേ പവറെ. ചുമ്മാ നിങ്ങളിങ്ങനെ കുടിച്ചോണ്ടൊക്കെ നടക്കുക. അപ്പൊ ഫയർ ബോളെ അല്ലാതെ ഇരുന്നേച്ച് കീറുക. അന്നപ്പോ ജേഡി. എന്റെ അഭിപ്രായം അതാ. നിങ്ങൾ എന്നാ പറയുന്നത്? അല്ല, എന്നാണല്ലേ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുമ്പിള്ളക്ക് വാങ്ങിച്ചു കൊടുത്തേച്ച് അവരുടെ അഭിപ്രായം എടുക്കുക കേട്ടോ. അതല്ല അതിന്റെ ഒരു ശരി. 33% ആൽക്കോഹോൾ വോളിയുള്ള ഫയർ ബോള് സിനമൺ വിസ്കി ഫ്ലേവർ ലിക്കർ. കുപ്പി ഒന്ന് കാണിക്കാവേ. ഞാൻ പകല് സൂര്യോടത്തേക്ക് കൊണ്ട് തീ കത്തിച്ച് കാണിച്ചാൽ തീ കാണത്തില്ലായിരുന്നു എനിക്ക് മനസ്സിലായി. അത് കാരണം ക്ഷമ ചോദിക്കുന്നു. രാത്രി കത്തിച്ച് കാണിക്കാം കേട്ടോ. കത്തുന്നൊക്കെ നോക്കാം. Ignite the night. What you have here is a liquor
With smooth whiskey flavor and a fiery kick of red hot cinnamon, it tastes like heaven, burns like hell. What happens next is up to you. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് നേരെ നമുക്ക് കത്തിച്ചു നോക്കാം. ഫയർ ബോളിന്റെ കത്തലൊന്ന് കാണണമല്ലോ നമുക്ക്. ഏതെ അപ്പൊ നിങ്ങൾ റെഡിയാണോ ഫയർ ബോൾ കത്തുന്നത് കാണാൻ? എനിക്കാണെങ്കിൽ മണച്ച് നിൽക്കുവോ കത്തുവോ ഇല്ലയോ എന്നറിയാൻ. ലേശം അങ്ങോട്ട് ഇടാം ഫയർ ബോളെ. ഇത് ടാസ്ക് കേട്ടോ, തന്നെ ഞാനിത് പിടിക്കണം, ഫയർ ബോൾ ഒഴിക്കണം. ഒരു ഹെൽപ്പറിനെ വെക്കണം നമുക്ക്. ഓക്കെ, ഫയർ ബോൾ നമുക്ക് ലേശം ഒരു തുള്ളി ഒഴിച്ച് നോക്കാം. ഒരു തുള്ളി ഫയർ ബോളേ പോകാവുള്ളൂ, കുറേ പോലെ എനിക്ക് ഞങ്ങളെ കുടിക്കാനുള്ള. അയ്യോ, കുറച്ച് കൂടുതൽ പോയി, എനിക്ക് വിഷമമായി. എത്ര ഫയർ ബോൾ പോയി, മണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് തീ കത്തിച്ച് നോക്കാം. വേറെ ഫയർ ബോൾ നിരത്ത് കിടക്കുക. ഇനി അപ്പോൾ നമുക്ക് തീ കത്തിക്കാനല്ല, വേറെ പരിപാടിയില്ല. വരൂ നിങ്ങൾക്ക് എന്നാ വന്നത്, കത്തുമെന്നാണോ? നിങ്ങൾക്ക് എന്നാ വന്നു ഗൈസ്? ഫയർ ബോൾ കത്തുമോ ഇല്ലയോ? എനിക്ക് വലിയതായിട്ട് കത്തുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഒന്ന് കാണിച്ചോണ്ടേ ഒന്ന് തീ ചാടി. അത് കണ്ടായിരുന്നോ? കാണിച്ചോണ്ട തീ ഒന്ന് ചാടി കണ്ടായിരുന്നോ? ആണോ കാണിച്ചോണ്ട് തീ ഒന്ന് ചാടുന്നേ? അത് ലൈറ്ററിൻ്റെ ടെക്നോളജിയാണോ? അത് ലൈറ്ററിൻ്റെ ടെക്നോളജി കേട്ടോ. നമ്മൾ തെറ്റിദ്ധരിച്ചു, ഫയർ ബോളിൻ്റെ ടെക്നോളജിയാണ്. കത്തറ ഫയർ ബോൾ പോലും ലജ്ജാവഹം, എൻ്റെ കൈ പൊള്ളി, അത് കത്തിയില്ല. ഒന്നുകൂടി ലാസ്റ്റ് ട്രൈ. ഫയർ ബോളെ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ പേര് നീ കാക്കടാ. കമോണ്ട്രാ, കത്ത് വിട്. കത്തിക്കോ, കമോൺ കത്തിക്കോ. അത് തന്നെ കുറച്ച് നേരം കൊടുക്കണം. അപ്പോൾ ഫയർ ബോൾ കൂട്ടന് കുറച്ച് നേരം കൊടുക്കണം. അവനിങ്ങനെ കത്തി വരും, അവൻ രസമായിട്ട് വരുന്നതൊക്കെ. അതെങ്ങനെ ഉണ്ടേ? അപ്പം ഫയർ ബോൾ കത്തുകയില്ല എന്ന് പറഞ്ഞതിന് ഞാൻ ക്ഷമ വയ്ക്കുന്നു. കുറച്ച് സമയം കൊടുത്താൽ അവൻ കത്തും, നല്ല രസത്തിൽ തന്നെ കത്തും. നമുക്ക് തീ കത്തുന്ന ഫയർ ബോളിനെ അങ്ങ് കുടിച്ചു കളയാം. എൻ്റെ ഒരു മെണക്ക അതേ ഇടക്കുക. ചൂട് മയിര്. അതിൻ്റെ തീയും കെട്ടുപോയി. ഭാഗ്യാലും ഇതിൻ്റെ വൃത്തികളായി കിടക്കുന്ന ചപ്പണ്ട വന്നില്ല. അത് പോട്ടെ, മയിര് തുറച്ച് ഊരെ കളയാം. ഇനി നമ്മൾ കാത്തിരുന്ന ജെയുടെ ആൽക്കോഹോൾ പെർസെൻറ്റേജ് പോലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എത്ര ഗസ് ചെയ്യാൻ പറ്റുമോ? അറിയായിരിക്കും, 40. നമ്മുടെ ജെഡി ടെനസി പാർക്കുട്ടന്മാരിക്കുന്നു. എല്ലാം അടിച്ച് തീർന്നു. അടിയിലൊരു തുള്ളി ഉണ്ടാവും കത്തിക്കാം. ജാക്ക് ഡാനിയൽസ് സിനമൺ സ്പൈസ് ടെനസി ഫയർ ഫൈൻലി ക്രാഫ്റ്റഡ്. 40% അല്ല കേട്ടോ, 35. എന്നോട് ക്ഷമ ചോദിക്കണം. അല്ലേ മയിര്, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. മറ്റേ സാറിന് എഴുതിയൊക്കെ 40 ഇത് 35. അപ്പം ഇതും കത്തുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കത്തുന്ന കേട്ടോ. നേരത്തെ കത്തിയാൽ എൻ്റെ കൈ കത്തി, അല്ല കൈ ചൂട് കൊണ്ടു. അപ്പം ഞാൻ കുപ്പിയൊന്ന് കാണിക്കാം. ജാക്ക് ഡാനിയൽസ് സിനമൺ സ്പൈസ് ടെനസി ഫയർ ഫൈനലി ക്രാഫ്റ്റ് സിനമൺ ലിക്കർ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ജാക്ക് ഡാനിയൽസ് ടെനസി വിസ്കി. സൈഡിലൊക്കെ എന്നാ പറയുന്നവർ ബോൾ ഫ്ലേവർ കണ്ടല്ലോ. സിനമണിൻ്റെ റിവാർഡിങ് ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ക്യാരക്ടർ എക്സെപ്ഷണലി സ്മൂത്ത്. ഈ കുപ്പിക്ക് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും ഒരേ സാധനത്തിൻ്റെ ഒരേ കുപ്പിയാണ്, പക്ഷേ ഇതിൻ്റെ ഇത് എഴുതിയിരിക്കുന്ന വേറെയൊക്കെ ഉണ്ടോ? എഴുതിയിരിക്കുന്ന വേറെ ഫോണ്ടും ഇതൊക്കെ രീതി ഇച്ചിരി വേറെ എന്നുള്ളൂ. എല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. Proprietary recipe created by Jack Daniel Distillery, the oldest distillery in the United States. Highest quality ingredients. ക്വാളിറ്റി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇനി നമുക്ക് ഇവനെ കത്തിച്ചു വിടാം അല്ലേ? കത്തിച്ചു വിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മളിതാ ചെടി കത്തിക്കാൻ പോകുന്നു. ചെടി എനിക്ക് അസിസ്റ്റന്റിനെ വേണം കേട്ടോ, ഒറ്റ കൈ കൊണ്ടൊക്കെ ചെയ്യാൻ. വേടാ ഇവിടെ നീ കത്തുന്നത് കണ്ട് ഞാനിന്ന് ലേശേ പോവാളെ ഒത്തിരി എനിക്ക് വിഷമാവും. ലേശ വീഴാവളെ ഒരു തുള്ളി വീണാൽ മതി. ഒരു തുള്ളി കാണാവോ? എനിക്ക് കാണത്തില്ല പണ്ട്. ഒരു തുള്ളിയെ വീഴാവളെ പോലെ കള്ളുപോയി എനിക്ക് വിഷമാ. പോലെ ഒരു തുള്ളിയെ വീഴാവളെ ഒരു തുള്ളി. ഓക്കേ, ഒരു തുള്ളി കൂടുതൽ പോയി. എങ്കിലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, അത്രയ്ക്ക് പോയില്ല. നമുക്ക് ചെടിയെ നമുക്ക് ഇനി സൂക്ഷിച്ചു വെച്ചേക്കാം. ഒരു 1-2 പേർ കൂടിയുണ്ട്. അവിടെ ജേഡിയുടെ മുന്നിൽ ജേഡി 35% ABV കണ്ടല്ലോ. അതാണ് ഞാൻ കിടക്കുന്നത്. അത് കത്തുമെന്ന് എനിക്ക് ഉറപ്പാ. അതെ കണ്ടോ, അമ്പടാ അവനും കത്താൻ ലേശം ഒരു താമസമാണ് കേട്ടോ. പക്ഷെ ഇതിനേക്കാളും നമ്മുടെ ഫയർ ബോളിനേക്കാളും ഇച്ചിരി പെട്ടെന്ന് കത്തിയ പോലെ എനിക്ക് തോന്നുന്നു.
അതായിരിക്കും മറ്റേടത്തും. എൻ്റെ കൈ ചെറുതായിട്ട് ചൂടായി അവിടെ വെച്ച് തന്നെ. അതാ ഞാൻ ഫയർബോളെ അവനെയും കൂടി കത്തിച്ചുകൂടാം. കത്തിക്കോന്ന്. നിങ്ങൾ കത്തുന്നതാണ് നമുക്കൊരു സന്തോഷം. ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം. കത്തിക്കോ ഫയർബോളെ. ഓ ജേഡി ഫയർ തുള്ളിക്കളിച്ച് അവൻ തിന്നു. ഫയർബോൾ ഇപ്പം കത്താൻ മടിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഇതിൻ്റെ ആൽക്കോള് മനസ്സിലായാലോ. അല്ല നല്ല ആൽക്കോളാണ് കേട്ടോ. പിന്നെ തീകത്തുന്ന സാധനം അങ്ങനെ അടിച്ചാൽ പിന്നെ നല്ല ആൽക്കോളാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ രണ്ടും വാങ്ങിച്ച് കുടിക്കും. കൈ കാശുള്ളവൻ എത്ര വാങ്ങിച്ചാണെന്ന് കുടിച്ചോ കേട്ടോ. നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ കിട്ടിയാൽ രണ്ടും അടിക്കും. എനിക്കങ്ങനെ വകഭേദമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഫയർബോൾ നല്ല മധുരം. ഞാൻ മധുരത്തിൻ്റെ ആളാണ്. പക്ഷേ നമുക്ക് പലതും പല സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കുക. അത് തന്നെ. ഓക്കെ, സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാവേ. നിങ്ങൾ പെപ്പർപോത്തിനോട് വണ്ടിയിലേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചു. സാറ് ഇത് കയ്യിലുണ്ട്. ഗ്ലാസും വേണ്ട, മിക്സറും വേണ്ട, ഒന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിസ് അടിച്ച് വിടാം. നല്ല ടേസ്റ്റാണ്. ചുമ്മാ ഇറങ്ങി പോകോളൂ. സുഖമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്നാന്നേ കമന്റ്സിൽ പറ കേട്ടോ. എനിക്ക് അറിയണമെന്നുണ്ട്. അതാ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ശരി എന്നാ, തൽക്കാലത്തേക്ക് ബൈ.